വിചാരണയിലെ കാലതാമസം പിടിവള്ളിയാക്കിയാണ് നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതിയായ പൾസർ സുനി സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയത്. എന്നാൽ 7.5 വർഷത്തിനു ശേഷം ഇക്കഴിഞ്ഞ 20-ന് 2 ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിലിറങ്ങിയ സുനി ആവട്ടെ സഞ്ചരിക്കുന്നതൊക്കെ ആഡംബര വാഹനങ്ങളിലാണ്. ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനിയുടെ സഞ്ചാരം ആഡംബര വാഹനങ്ങളിലാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഇപ്പോഴിതാ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇടത്തരം സാമ്പത്തിക പശ്ചാത്തലമുള്ള പൾസർ സുനിയുടെ സാമ്പത്തിക ഉറവിടത്തെ പറ്റിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പൾസർ സുനി വിചാരണയ്ക്കായി അടക്കം കോടതിയിലേക്ക് എത്തുന്നത് 1/4 കോടിയോളം രൂപ വരുന്ന വാഹനങ്ങളിലാണ്. കിയ കാർണിവൽ, ഥാർ തുടങ്ങിയ വാഹനങ്ങളിലാണ് പൾസർ സുനിയുടെ സഞ്ചാരയാത്ര. കിയ കാർണിവൽ എന്ന വാഹനത്തിന് തന്നെ ഏകദേശം 30 ലക്ഷം രൂപ വില വരും. മാത്രമല്ല ഥാറിനാവട്ടെ 16 മുതൽ 20 ലക്ഷം രൂപയും. ഇത്രയുമധികം പണം പൾസർ സുനിക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ജയിലിൽ വെറും തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരുന്ന പൾസർ സുനിക്ക് ഇത്രയും ലക്ഷങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? നേരത്തെ തന്നെ ഇതേ ചോദ്യം ഉയർന്നിരുന്നു. അതായത് ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചപ്പോൾ സുപ്രീം കോടതി വരെ പോയി പൾസർ സുനിക്ക് വേണ്ടി വാദിച്ച് ലക്ഷങ്ങൾ ചിലവാക്കിയാണ് ജാമ്യം നേടിയെടുത്തത്. ഇത്രയുമധികം പണം പൾസർ സുനിക്ക് വേണ്ടി ചെലവാക്കുന്നത് ആരാണെന്നുള്ള ചോദ്യവും ഉയരുകയാണ്. കോടതിയും ഇതിനെക്കുറിച്ചുള്ള ചോദ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. മുൻപ് നടിയെ ആക്രമിച്ച കേസിൽ പോലീസിന്റെ പിടിയിലായിരുന്ന സമയത്ത് ഒരു മേഡത്തെക്കുറിച്ച് പൾസർ സുനി പറയുന്നുണ്ടായിരുന്നു. ആ മേഡം ആണോ? എങ്കിൽ ആ മേഡം ആരാണ് എന്നുള്ള ചോദ്യവുമുണ്ട്. അതേസമയം ഒരൊറ്റ സിം മാത്രമാണ് ഉപയോഗിക്കണമെന്ന് കോടതി വ്യവസ്ഥ പൾസർ സുനി പാലിക്കുന്നുണ്ടോ എന്നതിലും പോലീസ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.